ചെമ്പടി കള്ളി അങ്ങനെയൊക്കെ പറയാനായല്ലോ. അപ്പോൾ ഗൈസ് നമ്മളിതാ പുറത്ത് പോകാം കേട്ടോ. എന്നാലും പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ വഴികളും അതുപോലെ നമ്മൾ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന കുഞ്ഞു വ്ളോഗാണ്. അതേപോലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. കാരണം നല്ല രീതിയിൽ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന ഒരു ഈവനിങ് ടൈമിലാട്ടോ. അപ്പം എന്തായാലും മാക്സിമം നമ്മൾ കുറച്ചൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞേ, പറ, ഉറക്കെ പറ, കേട്ടില്ല. എല്ലാവർക്കും സ്വാഗതം. പറ. ആ ശരി ശരി. ഇന്ന് എന്തൊക്കെയായിരുന്നു അവിടെ കൂടിയിട്ട് പരിപാടി എന്ന് പറഞ്ഞു കൊടുത്തേ? അംഗൻവാടി പോയി. എന്നിട്ട് എന്താ പഠിച്ചേ? അവനിക്കൊരു പാട്ടറിയാം, അത് പാടിക്കൊടുക്കോ? ഗൈസിനൊരു പാട്ട് പാടിക്കൊടുത്തേ. അത് അമ്മയ്ക്ക് പാടുത്താ, അമ്മയ്ക്ക് പാടുത്താ. ബാക്കി പാട്. കുട്ടനാടിൻ അപ്പൊ ധാവണിക്കുട്ടി വീണ്ടും പാട്ട് തുടങ്ങി. അപ്പൊ ധാവണിക്കുട്ടിയുടെ പാട്ട് കഴിയുമ്പോഴത്തേനും ഒരു സമയമാവുന്നത് മാത്രം. ആ മീൻ കുങ്കരല്ലേ. ബാക്കി പാട്. ബാക്കി കുട്ടനാട് കൊച്ചു തമ്പുരാട്ടി ഒന്ന്. ആ കിരിയുണ്ടൊരു ചക്കരമാവ്. ആ പിന്നെയോ? നമ്മളവിടെ എത്തുന്നതിന് മുന്നേ നമ്മുടെ ആവണിക്കുടിയുടെ ഫുൾ പാട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു കോടയും അതിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ നമ്മളിപ്പോൾ പോണത് വൈകുന്നേരം ടൈമിലായതുകൊണ്ട് തന്നെ നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഫ്രീ വാഴക്കൊലകൾ ഇങ്ങനെ വെട്ടി വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പറഞ്ഞല്ല, വൈകുന്നേരം ടൈം ആകുമ്പോഴാണ് ഇവിടെ കൊലവണ്ടി വരാറുണ്ട്, അത് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനത്തെ കാഴ്ചകൾ വൈകുന്നേരമൊക്കെ ഇറങ്ങുമ്പോൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ധാവണിക്കുട്ടിയാണെങ്കിൽ നോക്കി കുലുങ്ങിയാണോ പോണത്. കാരണം പറഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കുറച്ച് ഷോക്കായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുനിന്നും വലിയ കുഴപ്പമില്ല. അതായത് നമ്മൾ വരുന്ന ആ ഒരു ഭാഗം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വഴി തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഓഫ് റോഡ് കയറി പോണ ഒരു ഫീലായിരുന്നു കേട്ടോ ആ ഒരു ഭാഗമൊക്കെ. അങ്ങനത്തെ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞിട്ട് അതേപോലെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആകാശം ഇങ്ങനെ താഴെ ഇറങ്ങി വന്നൊരു ഫീലാട്ടോ. പ്രത്യേകിച്ച് നമുക്കിങ്ങനെ വൈകുന്നേരം ടൈമിൽ, കാരണം അത്രത്തോളം ഇങ്ങനെ നോക്കി നന്നായിട്ടൊരു പ്രത്യേക ഒരു രസം തന്നെയാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി. പിന്നെ കൂടെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടിയാണെങ്കിൽ ഇന്നതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ബാഗ് എടുത്തപ്പോഴത്തേന് അവൾക്ക് ബാഗ് വേണ്ട. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അവൾക്ക് അവളുടെ ബാഗ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സേഫ് ആയിട്ട് തന്നെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പോകുന്ന റോഡിൻ്റെ ആ ഒരു ഭാഗങ്ങളിൽ നമുക്ക് ഒരുപാട് വീടൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ. കാരണം മൊത്തം ഇങ്ങനെ പച്ചപ്പാണല്ലേ റോഡിൻ്റെ രണ്ട് സൈഡിലും. പക്ഷേ ആ ഒരു പച്ചപ്പിൻ്റെ തൊട്ട് താഴെ ആയിട്ട് നമ്മുടെ റോഡിൻ്റെ റൈറ്റ് സൈഡിലും അതുപോലെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല. കാരണം ആ ഒരു രണ്ട് സൈഡിലായിട്ടുള്ള ഒരു പച്ചപ്പിൻ്റെ ഒരു ഇതിൽ നമുക്ക് പെട്ടെന്ന് വീടുകളൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. എന്നാലും അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് കാറ റൂട്ടാട്ടോ, അതായത് കാറ മുണ്ടമ്പാറ വഴിയാണേ. പിന്നെ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ നമ്മുടെ അട്ടപ്പാടിയുടെ ഈ ഒരു മനോഹരിത ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് നമ്മുടെ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ തന്നെയാണ്. കാരണം ഇവിടെ ഒരുപാട് രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒത്തിരി കാഴ്ച. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ചെറിയൊരു വ്യൂ മാത്രം കേട്ടോ. ഇതിലും ഗംഭീരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് ഒത്തിരി ആകർഷിക്കാനുള്ള മെയിൻ കാരണം. അത് മാത്രമല്ല കേട്ടോ, വരുന്നവരെ ഒട്ടും നിരാശപ്പെടുത്താത്ത രീതിയിൽ, അതായത് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വരുന്ന പോലെ തന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ തരുന്ന ഒത്തിരി റിസോർട്ടുകളാണ്. അതായത് ഓരോ റിസോർട്ടിലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വ്യൂ എന്ന് പറയുമ്പോൾ മറ്റതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അത്രയും നല്ല രീതിയിലുള്ള ഒരു വൈബ് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും വരുന്നവർക്ക് എന്തായാലും ഇവിടെ മിസ്സാവില്ല. അവനെക്കൂട്ടി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടപ്പോൾ അച്ഛനടുത്ത് നിർത്തി എന്ന് പറഞ്ഞിട്ട് ആളെ നിർത്തിച്ച് അച്ഛനെ കൊണ്ട് അവിടെ അല്ലേ അവനെക്കുട്ടി. ഇനി ഏതാ ഇഷ്ടമുള്ള സ്ഥലം വന്നോ? നമുക്ക് കാണിച്ചു കൊടുക്കട്ടെ ഇത്. ഇങ്ങോട്ട് എത്തിയപ്പോൾ കാഴ്ചകൾ എന്തായാലും ഡിഫറെൻ്റ് ആണല്ലേ. കാരണം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു പച്ചപ്പിനെക്കാട്ടിലും ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയ റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് അത്യാവശ്യം നല്ല രീതി തന്നെ പാറകളാട്ടോ. അതിങ്ങനെ പരന്നിങ്ങനെ നീളത്തിൽ വലിയ പാറകൾ, അത് കല്ല് പതിച്ചൊരു സെറ്റപ്പിലാട്ടോ പാറകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഗൂളിക്കലോട് ടച്ച് ചെയ്യാതെ കേട്ടോ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഏതാണെന്ന് വെച്ചാൽ ചിറ്റൂർ റൂട്ടാണേ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആളിതുപോലെ പ്രകൃതിയൊക്കെ നല്ല രീതി തന്നെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാട്ടോ.
അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കണ്ട അച്ഛാ വണ്ടി നിർത്തിട്ട് കുറച്ച് നേരം അവിടെ നിർത്തിച്ചിട്ട് ആൾ പോകുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു 3-4 സ്ഥലങ്ങളായിട്ട് നമ്മളിപ്പോൾ നിർത്തിയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന ഈ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചുരത്തിലൊക്കെ പോകുന്നൊരു ഫീലാണ്. കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേനും ഇടതൂർന്ന മരങ്ങൾ തന്നെയാണ് കേട്ടോ. ഇല്ലിക്കൂട്ടങ്ങളായിട്ടും ഒത്തിരി മരങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ ഒരുപാട് ഹെയർപിന്നും ഉണ്ട്. അപ്പോൾ ഒരു ഹെയർപിന്നൊക്കെ ഇറങ്ങി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ആവണിക്കുട്ടിക്ക് ഇല്ലാത്ത സംശയങ്ങളും ഇല്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അവൾ നല്ല ഹാപ്പി ആയിട്ടോ വീട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ പൊതുവേ നമ്മുടെ ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ചെറിയൊരു തണുപ്പുള്ളൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അവിടേക്ക് എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള കോടയില്ല, എന്നാലും നല്ല തണുപ്പുണ്ട്. പിന്നെ ഒന്നാമത് വൈകുന്നേരം കൂടിയാണല്ലോ. പിന്നെ ഈ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ കൂടി ഒരു പുഴയും കൂടി ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പുഴയിൽ കൂടുതലായിട്ട് നോക്കിയാൽ ഒരു കല്ലുകളൊക്കെ കുന്തി കിടക്കണം. കാരണം വലിയ രീതിയിൽ അങ്ങനെ വെള്ളം ആയിട്ടില്ല കേട്ടോ. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും പുഴയിൽ അത്രത്തോളം വെള്ളം ആവാനുള്ള അത്രയും മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നോക്കിയതാണ് നമ്മുടെ ഈ ഒരു പുഴയുടെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി നോക്കി. ഞങ്ങൾക്ക് എൻ്റെ മടിയിൽ നിന്ന് കാഴ്ച കണ്ടത് പോരാന്ന് നോക്കിയ മടിയിൽ നിന്ന് ഇതാ നേരെ എണീച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സേഫായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ പിടിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ഒരുപാട് നേരം നിന്നില്ല കേട്ടോ. പിന്നെ നേരെ ഇതാ എൻ്റെ മടിയിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പുഴയുടെ സെൻറ്ററിൽ കൂടെ ഒരു പാലം കൂടി പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേനും വഴികളൊക്കെ ആയാലും ചെറിയ വീതിയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് വലിയ വീതിയൊന്നുമില്ല. അതുപോലെ ഈ ഒരു വഴിയുടെ ഒരു സൈഡിലായിട്ട് നോക്കിയാൽ നല്ല വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് നല്ല ഒരുപാട് കാലം പഴക്കമുള്ളൊരു ആൽമരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ശാഖകളൊക്കെ നോക്കി നല്ല രീതിയിലാണ് സ്പ്രെഡ് ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പുഴ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ശിരുവാണിപ്പുഴയുടെ ഒരു ഭാഗമാട്ടോ. അതായത് അത്യാവശ്യം നല്ല ലെങ്ത്തായിട്ട് ഇങ്ങനെ നീണ്ട് കിടക്കും ഈ ഒരു പുഴ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒന്നും നമുക്ക് ഈ ഒരു പോകുന്ന വഴിക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അത്രത്തോളം ലെങ്ത്താട്ടോ നമ്മുടെ ഈ ഒരു ശിരുവാണിപ്പുഴ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗമാട്ടോ ഉള്ളത്. അതിൻ്റെ ആ ഒരു സൈഡിലൂടെ ആട്ടോ നമ്മളിപ്പോൾ പോകുന്ന നോക്കി. താഴേക്കൊക്കെ ആയാലും ഒരുപാട് വെള്ളമൊന്നും ഇല്ല കേട്ടോ. നല്ല വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അപകട സാധ്യതകളൊക്കെ ഒരുപാട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ആയാലും ഒക്കെ നമുക്കിങ്ങനെ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുന്ന ടൈമിൽ എല്ലാവരും അവനവൻ്റെ സേഫ്റ്റി മുഖ്യം പിടിക്കില്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ വെള്ളം ഇല്ലെങ്കിൽ കൂടി ഒരു 2-3 മഴയൊക്കെ നന്നായിട്ട് നിന്ന് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെള്ളമാവാനുള്ള ചാൻസ് വളരെ കൂടുതലും കൂടി ആട്ടോ. പിന്നെ ഇവിടെ മരങ്ങൾക്കൊന്നും ഒരു ക്ഷാമവും ഇല്ലാത്തതുകൊണ്ട് തന്നെ നോക്കിയ റൂട്ടിലേക്കൊക്കെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന പാലം പുതിയ പാലാട്ടോ. കാരണം കഴിഞ്ഞ മഴയിൽ നമ്മുടെ ഇവിടുത്തെ പാലം ഒലിച്ച് പോയിട്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പണി കഴിപ്പിച്ചിട്ടുള്ള പാലാണ് ഇത്. കാരണം അത്രത്തോളം വെള്ളമായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയായാലും നല്ല മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഇരട്ടി വെള്ളം വരാനുള്ള ചാൻസ് കൂടുതലായിട്ട്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ സേഫ്റ്റി നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ട് പുഴയിലേക്കും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുക. പിന്നെ അവിടെയൊക്കെ ഒരുപാട് തെങ്ങുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയയിലെന്ന് പറയുമ്പോൾ തെങ്ങും കവുങ്ങ് പിന്നെയുണ്ട് കേട്ടോ തെങ്ങിനെ അപേക്ഷിച്ച്. കാരണം തെങ്ങ് വളരെ കുറവാട്ടോ നമ്മുടെ ആ ഒരു ഏരിയയിലൊക്കെ. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോൾ നമുക്ക് തെങ്ങൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കാണാനായിട്ട്. അതേപോലെ തന്നെ ഇവിടേക്ക് ആയാലും നല്ല രീതിയിൽ തന്നെ മാങ്ങകളൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കും കേട്ടോ. മാവിലൊക്കെ നമുക്ക് കയ്യെത്ത് തീർത്തായിട്ട് ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ അതായത് നല്ല മഴയൊക്കെ തുടങ്ങുന്ന ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഇവിടെയൊക്കെ മാങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാൻ ഭാഗമായിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇതായിട്ട് തന്നെ ട്രോളിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ആവണിക്കുട്ടി നല്ല ഹാപ്പി ആവാൻ കാരണം വേറെ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ആവണിക്കുട്ടിയുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ ഇന്ന്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നമുക്ക് നേരത്തെ പോലത്തെ അത്രയും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വേറെ ഒന്നുമല്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ വന്ന് കുറച്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ചധികം ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതാട്ടോ നമ്മൾ ഏകദേശം അവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുഴയുടെയൊക്കെ സൈഡിലായിട്ടാട്ടോ അവരുടെ വീട് വരുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ നോക്കി ഇവിടെ ആയാലും നോക്കി പുഴയുടെ സൈഡിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ചാഞ്ഞ് മുഖത്തിന് വീണൊക്കെ കിടക്കുന്നുണ്ട്. സൂര്യനൊക്കെ ഏകദേശം അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പുഴയുടെ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ വ്യൂ നല്ല കിടിലൻ വ്യൂ തന്നെയാണോ. പിന്നെ ഇപ്പോൾ വൈകുന്നേരം കൂടി ആയല്ലോ. മാത്രമല്ല നമ്മളിപ്പോൾ അവിടെ നിർത്തി വീഡിയോ എടുക്കാതിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കുട്ടിക്കുറുമ്പി അറിയാലോ, പുഴ വെള്ളം അതൊക്കെ ഞങ്ങളുടെ വീക്ക്നെസ് ആയിട്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചൊന്ന് വണ്ടി കയറ്റണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെടാപാട് പോയിട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് നിർത്തിയിട്ടുള്ള വ്യൂ ഒന്നും അങ്ങനെ കാണിച്ചതായിരുന്നു. അപ്പോൾ നോക്കിയത് അവിടേക്കാണ് നമുക്ക് ഇടതൂർന്ന് നമുക്ക് മരങ്ങളുടെ ഒപ്പം നോക്കി ഒരുപാട് തെങ്ങുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ടേ. എന്തായാലും നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ടൈമിലും പോകാം കേട്ടോ. കാരണം ഇത്രയും മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പോൾ നല്ല നട്ടുച്ചയ്ക്ക് പോയപ്പോൾ ആ ഒരു ചൂടിൻ്റെ ശക്തി വളരെ കുറവായിരിക്കും. മാത്രമല്ല അത്രയും നല്ല കിടിലൻ വ്യൂ കൂടിയാണ്. പിന്നെ ഇതാ സൈഡിലായിട്ട് പുഴയും മൊത്തത്തിൽ നല്ലൊരു കിടിലൻ ആംബിയൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ കൂടെ നമുക്കിനി നിർത്തിയിട്ടൊക്കെ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒത്തിരി ടൈം ആയിട്ടുണ്ട്. അങ്ങനെയുള്ളത് കുറച്ച് നേരത്തിന് ശേഷം നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് നമ്മൾ കുറച്ചധികം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി നോക്കി ആളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല കളിയാണ്. അപ്പോൾ ഒരാളൊന്നും അല്ല കേട്ടോ, ഒരു 3-4 പേരുണ്ട് കേട്ടോ അവൾക്ക് കളിക്കാനായിട്ട്.
അതിനിടയ്ക്കാണെങ്കിൽ നോക്കി എടുക്കാനല്ലേ എന്നാൽ ശരി ഇപ്പോൾ കാണിച്ചു തന്നു നോക്കിയാൽ 3 പേര് ഇതാ ഒരേ രീതിയിലാട്ടോ പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മുടെ ആവണിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞങ്ങൾ വന്നത് പ്രമാണിച്ചതാകട്ടെ അച്ഛനും അമ്മ നല്ല അടുക്കളയിൽ. അപ്പോൾ ഗൈസ് നമ്മുടെ വിശേഷങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പം തന്നെ അടുത്ത ഗംഭീര വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ വരാൻ ഒരു മടിയില്ല. അപ്പോൾ നമുക്ക് ഹായൊക്കെ തരുന്നിട്ടുള്ള എന്തായാലും ഇനി ആവണിക്കുട്ടിയുടെ ഒരു കുറവ് വേണ്ട. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ ബൈ.